ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നതാണ് ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് 19th സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് നൽകിയിരുന്നു. അതായത് ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ ക്ലബ്ബ് എടുത്തിട്ടില്ല. പക്ഷെ നിലവിൽ ഏറ്റവും കൂടുതൽ ക്ലബ്ബ് പരിഗണിക്കുന്നത് ഈ ഇറ്റാലിയൻ പരിശീലകനെയാണ്. അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. വരുന്ന ആഴ്ചകളിൽ തന്നെ ഇതിനൊരു ഫൈനൽ ഡിസിഷൻ എടുത്തുകൊണ്ട് പുതിയ പരിശീലകനെ നിയമിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ദേശം എന്നാണ് 19th സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ പരിശീലകൻ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള പലരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിൻസെൻസോ ആൽബർട്ടോ അനീസി, ഈ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഇദ്ദേഹം ഇറ്റാലിയൻ പരിശീലകനാണ്. ISL-ൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2022-23 സീസണിലായിരുന്നു ഇദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചിരുന്നത്. കേരളവുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള ഇറ്റാലിയൻ പരിശീലകനാണ് ഇദ്ദേഹം. കാരണം ഗോകുലം കേരളയെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2020-22 സീസൺ വരെയാണ് അദ്ദേഹം ഗോകുലം കേരളയെ പരിശീലിപ്പിച്ചത് എന്നുള്ളത് മാത്രമല്ല, 2 തവണ I-ലീഗ് കിരീടം ഗോകുലത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ് വിൻസെൻസോ അനീസി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ത്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, തെളിയിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തുന്ന അഥവാ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിശീലകൻ ഇദ്ദേഹമാണോ എന്നുള്ളത് വ്യക്തമാവേണ്ട കാര്യമാണ്. നമുക്ക് സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. കേവലം റൂമറുകൾ മാത്രമായി കൊണ്ട് ഇത് അവശേഷിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.